Hello friends, I am Shri Kuttiarun. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു BDFന്റെ റെസിപ്പി ആയിട്ടാണ് ബീഫ് ഡ്രൈ ഫ്രൈ. നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇവിടേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പ്ലേറ്റ് കാലിയാവാതെ അറിയാറുള്ളൂ. ടച്ചിങ്സിനൊക്കെ പറ്റിയ സംഭവമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് BDF ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള പീസുകളായിട്ടാണ് കേട്ടോ അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. 1/2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ, ടീസ്പൂൺ അല്ല. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതപ്പോൾ ബീഫിലേക്ക് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 2 വിസലാണ് കേട്ടോ അടിച്ചെടുത്തത്. കാരണം ഇത് കുറച്ച് കുക്കായി വന്നാൽ മതി. അധികം നമ്മൾ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും. പിന്നെ ഓരോ സ്ഥലത്ത് കിട്ടുന്ന ബീഫിന്റെ വെവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടുത്തെ ബീഫ് കുറച്ച് പെട്ടെന്ന് വെവുന്ന ബീഫാണ്. നമ്മുടെ നാട്ടിലെ ബീഫാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു 80% ഒക്കെ കുക്കായി വന്നാൽ മതി. ഇനി നമുക്ക് കുക്കായിട്ട് വന്നിട്ടുള്ള ബീഫില്ലേ, അതൊരു സെപ്പറേറ്റ് ബൗളിലേക്ക് ആക്കി വെക്കാം കേട്ടോ. ഇത് ചൂടാറി വന്നതിന് ശേഷമാണ് നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വേഗം ചൂടാറി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ബീഫ് കുക്ക് ചെയ്ത കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അത് കളയരുത്. ഇനി നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് ആവശ്യം വരും. അപ്പൊ ഇപ്പൊ ബീഫൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഈ ഒരു സൈസിലുള്ള പീസുകളായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കേണ്ടത്. നീളത്തിലുള്ള പീസുകളായിട്ട്. അങ്ങനെ നമുക്ക് എല്ലാ പീസും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതാ ഇപ്പം ബീഫ് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ബീഫ് എടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ഒട്ടും ഫാറ്റ് ഇല്ലാത്ത ബീഫാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നല്ല സ്പൈസി മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ടുള്ള പേസ്റ്റാണ്, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ആ അരിപ്പൊടിയാണ്. 1 മുട്ട. ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, നമ്മുടെ ഇടിച്ച മുളക്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല എല്ലാം കൂടെ ഒന്ന് യോജിക്കട്ടെ. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ബീഫ് കുക്ക് ചെയ്ത് വെച്ചില്ലേ, ആ വെള്ളമില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതാ ഇപ്പം നമ്മുടെ മിക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് മുറിച്ച് വെച്ചിട്ടുള്ളത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കാരണം ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ മസാല പിടിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതൊരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഡീപ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതാ ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ ബീഫ് പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ ബീഫ് മുങ്ങിയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ ആ പുറത്തുള്ള ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പിയായി വന്നാൽ മതി. ബീഫ് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ എണ്ണയിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതാ ബീഫ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 പച്ചമുളകും
അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ബീഫിന്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇനിയുള്ള ബീഫും ഇതുപോലെ തന്നെ ഓരോ സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ചൂടോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണേ. അപ്പൊ എല്ലാവർക്കും ബീഫ് ഡ്രൈ ഫ്രൈ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.